ഈ ഡിസംബർ 29-ന് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ കളമൊരുങ്ങുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈറ്റ് ഹൗസിൽ വെച്ചായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോകത്തിന്റെ ഭാവി തന്നെ മാറുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇസ്രായേൽ ഏത് രീതിയിലാണ്, ഇസ്രായേലിന്റെ അജണ്ടയിൽ ഒരുപക്ഷെ ട്രംപ് വീണു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത്. അതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഇസ്രായേൽ തന്നെ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇറാന്റെ കൈവശം യുറേനിയം സമ്പുഷ്ടീകരണം നശിപ്പിക്കാൻ അമേരിക്കയ്ക്കായിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട്? എന്തായിരിക്കും ഇസ്രായേൽ ഇത്ര കണ്ട് ഭയപ്പെടാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സുരക്ഷിതത്വത്തിനാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുക എന്നാണ് അവർ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ് ഈ ഹിസ്ബുള്ള ആയാലും ഹൂത്തികളായാലും ഹമാസ് ആയാലും ഒക്കെ. ഇസ്രായേലിന് നേരെ നിരന്തര ആക്രമണം നടത്തുന്ന ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഇറാൻ്റെ സൃഷ്ടികളാണ് എന്നാണ് വെപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇറാൻ കുറച്ച് കാലങ്ങളായി നിശബ്ദതയിലാണ്. അപ്പോൾ ഇറാൻ ആ നിശബ്ദതയുടെ സമയത്ത് വ്യാപകമായി ബാലിസ്റ്റിക് മിസൈലുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു എന്ന് ഇറാൻ്റെ ചില ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില സൂചനകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇറാൻ നിലവിൽ ഒരു ആണവ രാജ്യമായി മാറിയിരിക്കുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയിലേക്ക് പോയി അല്ലെങ്കിൽ നെതന്യാഹു ട്രംപിനെ കണ്ടുകൊണ്ട് എത്രയും വേഗം ഇറാനെ നശിപ്പിക്കണം എന്ന കാര്യം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ഒരു അനുമതി കൊടുക്കുകയാണെങ്കിൽ, കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, പക്ഷേ അങ്ങനെ ഒരു അനുമതി കൊടുത്തുകൊണ്ട് ആക്രമിക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മഹായുദ്ധം തന്നെ ഉണ്ടാകും. ഇത് ഈ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കും ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമല്ല. അതായത് ചെറിയ ആയുധബലമോ ചെറിയ തരത്തിലുള്ള ധൈര്യമോ ഉള്ള ഒരു രാജ്യമല്ല. അവർക്ക് അപാരമായ ധൈര്യമുള്ള ഒരു ഭരണാധികാരിയുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മീയ ഉപദേഷ്ടാവുണ്ട്. ആയത്തുള്ള അലി ഖാംനെയി എന്നാണ് പേര്. 84 വയസ്സുള്ള മനുഷ്യനാണ്. അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ലോകശക്തിയുടെയോ മറ്റൊരു പാശ്ചാത്യ ശക്തിയുടെയോ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഇസ്രായേലിലേക്ക് 13 ദിവസം നീണ്ടു നിൽക്കുന്ന ആക്രമണം സംഘടിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇസ്രായേലിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പോൾ അമേരിക്കയുടെ അടുത്തേക്കാണ് ഓടുക. ഇറാൻ ആരുടെ അടുത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഇറാൻ ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആക്രമണം നടത്തിയ പരിചയമുള്ള ഇറാൻ എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ്. ഈ ഖത്തറിൽ ഒരു രാത്രി ഇറാൻ വലിയ ആക്രമണം നടത്തി. അവിടുത്തെ US സൈനിക അത് പറഞ്ഞതിന് ശേഷമാണ് മുന്നറിയിപ്പ് കൊടുത്തത്. തടുക്കാമെങ്കിൽ തടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ ആക്രമിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖത്തറിലെ സൈനിക ബേസിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തി. അന്ന് അമേരിക്കയുടെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെ തകർത്തുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടന്നത്. അത് ലക്ഷ്യത്തിലെത്തി 5 ഖത്തറിലെ 5 പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ അന്ന് സ്ഫോടനമുണ്ടായി. അതൊക്കെ സാമ്പിളാണെന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഇറാന്റെ പവർ എന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവും. ആ ഇറാനാണ് ഇപ്പൊ ഏറ്റവും നൂതനമായ ഹൈപ്പർസോണിക് സൂപ്പർസോണിക് ബാലിസ്റ്റിക് റേഞ്ചിലുള്ള മിസൈലുകളുടെ ശേഖരവുമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത്, ആണവായുധങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ പരീക്ഷിച്ചു കഴിഞ്ഞു എന്ന നിലയിൽ ഇറാന്റെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സൂചനകൾ പുറത്തു വരികയാണ്. അതിനൊക്കെ അപ്പുറം ഇതൊക്കെ തെളിയിക്കുന്ന വിധത്തിൽ, അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം തന്നെ നടത്തി. ആ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണമല്ല, മറിച്ച് UN സെക്യൂരിറ്റി കൗൺസിലാണ്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ വാദം അവിടെ ചർച്ചയ്ക്ക് വന്നു. അതായത് ആണവ ആയുധങ്ങൾ സമ്പുഷ്ടീകരിക്കരുത് ഇറാൻ എന്ന നിലയിൽ ഒരു പ്രമേയം വന്നപ്പോൾ ഇറാൻ പറഞ്ഞത്, ഞങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടി, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അത് നിങ്ങളുടെ വിഷയമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവായിട്ടുള്ള അബ്ബാസ് അരാച്ചി, അദ്ദേഹം കഴിഞ്ഞ ദിവസം മറ്റൊരു വെടി കൂടി പൊട്ടിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരു ആക്രമണം കൂടി ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുണ്ട്.
നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു മയവും ദയവും ഇല്ലാതെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സർവ്വസജ്ജരാണ്, ഞങ്ങൾ സയനിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടും. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളോ സൂപ്പർസോണിക് മിസൈലുകളോ ഹൈപ്പർസോണിക് മിസൈലുകളോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും. അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കാര്യം നോക്കുക. ഞങ്ങളൊരു പരമാധികാര രാഷ്ട്രമാണ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറാൻ നിങ്ങളെ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണി നോക്കിപ്പോക്കോ, ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഞാൻ കാണുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പെട്ടെന്നൊരു പ്രത്യാക്രമണങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വികസിക്കാവുന്ന രീതിയിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലൊരു സാധ്യത ഇസ്രായേൽ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ അമേരിക്കയെ എത്രയും പെട്ടെന്ന് ഈ ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നും അമേരിക്ക തിരിച്ചടിക്കണമെന്നുള്ള രീതിയിൽ നെതന്യാഹു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉത്തര കൊറിയ ഇത്തരത്തിലൊരു ഭീഷണി അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചപ്പോൾ അമേരിക്ക നിരുപാധികം സമവായത്തിന് തയ്യാറായ ഒരു സമയം നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം മുൻപിലുള്ളപ്പോൾ അന്ന് ഉത്തര കൊറിയയെ പറ്റി പറയുകയാണെങ്കിൽ മറ്റ് എല്ലാ രീതിയിലും ഉപരോധത്താൽ തീർത്തൊരു രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത്. അവർക്കൊന്നും മുൻപിൻ നോക്കാനില്ല. അവരുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കറിയാം അവിടുത്തെ ഭരണാധികാരിയുടെ ശീലങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ട്രംപിനെ പോലെ ഒരാൾ പോലുമല്ല ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് എത്രമാത്രമായിരിക്കും ഇസ്രായേലിനെ ഈ അമേരിക്ക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ ഈ ഉത്തര കൊറിയയെ എന്തുകൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ഉത്തര കൊറിയ ആണവ രാജ്യമാണ്. ഇത് മാത്രമല്ല, കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ ഭരണാധികാരിയെ സംബന്ധിച്ച് അയാൾക്ക് മുന്നും പിന്നും നോക്കാനില്ല. ഇപ്പോൾ അമേരിക്കയ്ക്ക് ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ അവരുടെ മന്ത്രിതലത്തിൽ കൂടിയാലോചന നടത്തണം, പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്തണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്ഥിതിഗതികൾ വിശകലനത്തിയുള്ള റിപ്പോർട്ട് വേണം, അനുമതി അതൊക്കെ വേണം. ഉത്തര കൊറിയയെ സംബന്ധിച്ച് അതൊന്നുമില്ല. കിം ജോങ് ഉന്നിന് ഒരു ചുമന്ന പട്ടണിൽ ചെക്കിയാൽ അപ്പോൾ ആണവായുധം അമേരിക്കയിലെത്തും. ആ നിലയിലാണ് ഉത്തര കൊറിയയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക ഒരിക്കലും ഉത്തര കൊറിയയെ ആക്രമിക്കാത്തത്. ഉത്തര കൊറിയയുടെ നടപടിയിൽ അമേരിക്കയ്ക്ക് എതിർപ്പുണ്ട്. ഉത്തര കൊറിയ ആണവായുധം സംഭരിക്കുന്നതിൽ വലിയ ദേഷ്യമുണ്ട്, പേടിയുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ തിരിച്ചടി അതിഭയാനകമായിരിക്കും, അപ്രതീക്ഷിതമായിരിക്കും. എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന് ഉത്തര കൊറിയയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് നല്ല ഭീതിയുള്ളത് കൊണ്ട് അവർ എല്ലാം സഹിച്ചിരിക്കുക. ഇപ്പം ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആണവശക്തിയായി എന്ന് കണ്ടാൽ അമേരിക്ക ഒരു കാരണവശാലും ഈ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ചും ഉത്തര കൊറിയയെ സംബന്ധിച്ചും അവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള ഒരു ധൈര്യമുള്ള ശക്തികളാണ്. ഈ ഇറാനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ റഷ്യയുടെ പിന്തുണയുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇറാൻ ഇത്തരത്തിൽ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളല്ല, മറ്റേ ഈ ആണവോർജം, ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അതുപോലെ തന്നെ ഒപ്പം സൈനിക ബലം കൂട്ടുന്നുണ്ട്, ആയുധബലം കൂട്ടുന്നുണ്ട്, ഒക്കെ ഇറാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാന് കഴിഞ്ഞ തവണ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾ ലക്ഷ്യമാക്കി ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചു. അതായത് ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം മുന്നിൽ കണ്ടിരുന്നില്ല. അവർക്ക് അപ്രതീക്ഷിതമായൊരു ആക്രമണമാണ് ഉണ്ടായത്. പക്ഷേ ആ ആക്രമണം ഏറ്റവും തീവ്രമായിരുന്നു. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ അതിൽ പ്രയോഗിച്ചു. പക്ഷേ അത് വിജയിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പല വലുപ്പത്തിലുള്ള കുന്നുകൾക്കിടയിൽ അതിൻ്റെ ഉള്ളിലാണ് കിലോമീറ്ററുകളോളം ആഴത്തിലാണ് ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തകർക്കുക, പരിപൂർണമായി ഇല്ലാതാക്കുക, അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഇതൊന്നും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും അതിൽ പരാജയപ്പെടുകയായിരുന്നു. അന്ന് ഇറാൻ പറഞ്ഞത് ഞങ്ങളുടെ ചില ലൂപ്പ് ഹോളുകൾ, അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും മറ്റ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ കുറേ വീഴ്ചകൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ ഈ ആക്രമണം കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ശക്തിപ്പെടുത്തി ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളുടെ തോത് എത്രത്തോളം ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായാൽ ആക്രമിക്കാനും തിരിച്ചടിക്കാനുമുള്ള സർവ്വസന്നാഹങ്ങളും
ശക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പിന്നോട്ടുള്ളൂ എന്ന് അന്ന് ഇറാൻ്റെ IRGC എന്ന് പറയുന്ന അവരുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് നടന്ന ആക്രമണത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലുണ്ടായ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഇസ്രായേലിനെതിരെ അവിടെ വെച്ച് ഇറാൻ്റെ ആകാശപരിധിയിൽ വെച്ച് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ കഴിയാത്തതിൻ്റെ ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് സംവിധാനത്തിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടനയിലും അതുപോലെ തന്നെ തുറന്ന് മറ്റിടങ്ങളിലും ഒക്കെ വെച്ച് ഇസ്രായേലിനെ വലിയ തോതിൽ കടന്നാക്രമണം നടത്തുന്നത്. അപ്പോൾ ആ കടന്നാക്രമണം എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഇസ്രായേൽ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും, ഇറാനെ ആക്രമിക്കുമൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇറാൻ്റെ ഈ ആണവ ഊർജം എങ്ങനെയാണ് അവർ വിനിയോഗിക്കുന്നത്, അവരത് ആയുധമാക്കി മാറ്റിയിട്ടുണ്ടോ, ആണവായുധ ശേഖരം അവരുടെ പക്കലുണ്ടോ എന്ന് ഉറപ്പിക്കാതെ ഒരു ആക്രമണത്തിന് തയ്യാറാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിലും ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള കാരണമെന്ന് പറയുന്നത് യുദ്ധമില്ലാതെ നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. യുദ്ധമില്ലെങ്കിൽ നെതന്യാഹുവിനെതിരായ പ്രോസിക്യൂഷൻ നടപടി വരും, നെതന്യാഹുവിനെ പിടിച്ച് അകത്തിടും, അയാൾക്ക് പിന്നെ പുറം ലോകം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും യുദ്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ലെബനനിലും ഈ പറയുന്ന ഗസയിലും ഒക്കെ നിരന്തരമായ ആക്രമണങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതെ, ഏതു പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആണവ രാജ്യമാണ് ഇറാൻ എന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരസ്യമായ രഹസ്യം പോലെ ഇത് പല ഇടങ്ങളിൽ നിന്നായി പുറത്തു വരുന്നുണ്ട്, ഇറാൻ ഒരു ആണവ രാജ്യമായി മാറിയിട്ടുണ്ട് എന്നൊരു സംശയമല്ല, ഏകദേശം അത് ബലപ്പെട്ടത് തന്നെയാണ്. ഇത്തരത്തിൽ അമേരിക്ക പിന്മാറിയാലും ഈ ഒരു നെതന്യാഹു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ഒരു രാജ്യത്തെ ഗുരുതി കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നെതന്യാഹു ഇത്രയും കാലം ഈ യുദ്ധം നടത്തിയതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇപ്പം നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും പറയുന്നത് ഇസ്രായേലിനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധമെന്നൊക്കെയാണ്. പക്ഷേ ആത്യന്തികമായി നമ്മളിത് മനസ്സിലാക്കേണ്ടത് അത് നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി അതിന് പിന്നിലുണ്ട്. കാരണം ലോകം മുഴുവൻ പറഞ്ഞത് 2 സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന ഇസ്രായേലും പലസ്തീനും ഇൻഡിവിജ്വലായിട്ടുള്ള രാഷ്ട്രങ്ങൾ, പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നതിനപ്പുറം മറ്റൊരു പരിഹാരമില്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ടും ഇതുവരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിന് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഹമാസ് ഉൾപ്പെടെ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല, ഞങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന നിലയിലേക്ക് ഹമാസ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേൽ ചെവിക്കൊള്ളാതെ നിരന്തരമായി ആക്രമണം നടത്തുന്നത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഒരിക്കലും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കോടതികൾ വിളിക്കില്ല. അതിനുള്ള കാരണം രാജ്യത്തിൻ്റെ പരമാധികാരം വലുത്, അല്ലെങ്കിൽ രാജ്യം യുദ്ധത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ട ഭരണാധികാരിയെ വിളിക്കുന്നത് ശരിയല്ല, നിയമവിരുദ്ധമാണ്. അവരുടെ നിയമം അനുസരിച്ച് അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം നടന്നാൽ തനിക്കെതിരായ പ്രോസിക്യൂഷൻ ഒഴിവാകുമെന്ന ബോധ്യം നെതന്യാഹുവിനുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായി നെതന്യാഹു പിടിച്ചു നിന്നത്. അതിനിടയിൽ പലതവണ സുപ്രീം കോടതിയിൽ നെതന്യാഹുവിൻ്റെ അഴിമതി ആരോപണങ്ങൾ, അഴിമതി വിഷയവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉണ്ടായെങ്കിലും യുദ്ധമുണ്ട് എന്ന കാരണം പറഞ്ഞ് നെതന്യാഹു പിന്മാറുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം അവസാനിച്ചൊരു സാഹചര്യം ഉണ്ടായി. കാരണം അവശേഷിക്കുന്ന ബന്ദികളെ മുഴുവൻ ഹമാസ് തിരിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു എന്ന പ്രഖ്യാപനം, ലെബനനിൽ നിന്നും ഹൂത്തികളിൽ നിന്നും ഒന്നും പ്രശ്നമില്ലാത്ത സാഹചര്യം. അങ്ങനെ യുദ്ധമൊക്കെ ഒതുങ്ങി ഏതാണ്ട് 1 മാസത്തിലേറെയായി കാര്യങ്ങൾ അങ്ങനെ സ്മൂത്തായി പോകുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആക്രമിക്കാൻ പോവുകയാണ് ഇറാനെ എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു വീണ്ടും ചാടി പുറപ്പെട്ടു വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കണം. എന്ന് മാത്രമല്ല, അതിൽ ധാർമ്മികതയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അമേരിക്ക ആണവ രാജ്യമാണ്, ആണവ ആയുധങ്ങളുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് ഇറാനെ വിലക്കാൻ എന്ത് അധികാരം എന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ഒന്നും ഇവിടെ ബാധകമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര നിയമങ്ങൾ, ധാർമ്മികത, ഇതൊന്നും അവരുടെ മനസ്സിലേ ഇല്ല. അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെയും യുദ്ധം ചെയ്യുക, ഇറാനെ ആക്രമിക്കുക, എന്നിട്ട് ഇറാനെ കീഴ്പ്പെടുത്തുക എന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കലും ഇസ്രായേലിനെ നേരിട്ട് അങ്ങനെ ഇറാനെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് ഇതുവരെ ഉണ്ടായ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇസ്രായേൽ അതൊക്കെ ലംഘിച്ചുകൊണ്ട്, ആ അമേരിക്കയുടെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മഹായുദ്ധം തന്നെയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.